നമസ്കാരം. വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് മുന്നണികൾ തയ്യാറായി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടെ അവസാനിക്കും. പ്രചാരണത്തിന്റെ അവസാന ദിവസം കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ മുന്നണികൾ ഒരുങ്ങിയിരിക്കുകയാണ്. അതേസമയം വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പുള്ള നിശബ്ദ പ്രചാരണ കാലയളവിൽ മണ്ഡലങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, സോഷ്യൽ മീഡിയ എന്നിവ വഴി തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുമ്പോൾ പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇറാനിലും സിറിയയിലും സ്ഫോടനങ്ങൾ, മിസൈലുകൾ തടഞ്ഞതായി റിപ്പോർട്ട്. ടെഹ്റാൻ അടക്കമുള്ള ഇറാനിലെ വിവിധ നഗരങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ ഫലപ്രദമായി തടഞ്ഞതായി സിറിയൻ സ്റ്റേറ്റ് TV അറിയിച്ചു. അതേസമയം ഇറാനിൽ നിന്നെത്തിയ 7 ബാലിസ്റ്റിക് മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശനം, കേന്ദ്രം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ച കോടതി വിധിയെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദം സമർപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നൽകിയ എഴുത്തുപരമായ വാദത്തിലാണ് വിധി തെറ്റാണെന്ന് വ്യക്തമാക്കിയത്. ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശന വിലക്കെന്നും കേന്ദ്രം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. മഴ മുടക്കി കൊൽക്കത്ത പഞ്ചാബ് പോരാട്ടം, 3-4 ഓവറിൽ തന്നെ ആവേശ നിമിഷങ്ങൾ. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും നടന്ന 3-4 ഓവറുകൾ തന്നെ ആരാധകർക്ക് ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. ഫിൻ അലന്റെ വിചിത്ര ഷോട്ട്, പ്രഭ്സിമ്രാന്റെ എറർ, ടോസിൽ രഹാനെയുടെ അപ്രതീക്ഷിത നീക്കം തുടങ്ങിയവ ശ്രദ്ധേയമായി. 3-4 ഓവറിൽ കൊൽക്കത്ത 25-2 എന്ന നിലയിൽ ആയിരിക്കെ മഴ മൂലം മത്സരം നിർത്തിവെച്ചു. തുടർന്ന് മഴ മാറിയെങ്കിലും ഔട്ട്ഫീൽഡ് നനഞ്ഞതിനാൽ മത്സരം പുനരാരംഭിക്കാൻ സാധിച്ചില്ല. തമിഴ് ടെലിവിഷൻ താരം സുഭാഷിണി ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു. പ്രശസ്ത തമിഴ് ടെലിവിഷൻ താരം സുഭാഷിണി ബാലസുബ്രഹ്മണ്യത്തിന്റെ മരണം വീഡിയോ കോളിൽ ഭർത്താവുമായി വഴക്കിട്ടതിന് പിന്നാലെ തിങ്കളാഴ്ചയാണ് തണ്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ് പോലീസ്. ശ്രീലങ്കയിൽ ജനിച്ച് സ്വാസി ബാല എന്ന സുഭാഷിണി 2012-ൽ അവൻ എന്ന തമിഴ് സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തെത്തുന്നത്. പിന്നീട് ഒട്ടേറെ ഹ്രസ്വ ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. സൺ TV-യിലെ കയൽ എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയാവുന്നത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.